ഫൈൻ. ചോര എല്ലാത്തിലും ഉള്ളതുപോലെയുള്ള ചോരയൊക്കെ ഉള്ളൂ, അല്ല വലിയ ചോരയൊന്നുമില്ല. ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ സൂപ്പർ സ്റ്റാറായിട്ട് മാറി, അതാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. കൊള്ളാം, ഫുള്ള് വയലൻസ് ആണ്. കൊള്ളാം 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 വയലൻസ് അഭിനയം കൊള്ളാം. ഉണ്ണി മുകുന്ദൻ കൊള്ളാം. അടിപൊളി ആക്ഷനാണ്, സൂപ്പർ ആക്ഷനാണ്. പടം അടിപൊളി പടമാണ്. ചോരക്കളി തന്നെയാണ്, ഫുൾ വയലൻസ് തന്നെയാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. വയലൻസ് മാത്രം മെയിനായിട്ട് പറഞ്ഞത്. എടുത്ത് പറയാൻ വയലൻസ്, അതിൻ്റെ മേക്കിംഗ് അത്രയാണ് കിട്ടില്ല. ഉണ്ണി മുകുന്ദൻ സൂപ്പർ, അത് പറയുന്നത് ഉണ്ണി മുകുന്ദൻ കിട്ടില്ലായിട്ടുണ്ട്. വയലൻസ് പോരാന്നല്ല, വയലൻസേ ഉള്ളൂ പടത്തിൽ. ആക്ഷനും വയലൻസാണ് മെയിനായിട്ട് വരുന്നത്. അവർ പ്രതീക്ഷ വയലൻസിനെ കാട്ടുണ്ട്, അത് കില്ല് വെച്ചുമ്പോൾ കില്ലിനെ കാട്ടുണ്ട്. ഉണ്ട് നല്ല ബ്രൂട്ടലാണ്. പക്ഷേ ഇത് സ്റ്റോറി അത്രയ്ക്കൊന്നും, അതായത് സിമ്പിൾ സ്റ്റോറി തന്നെയാണ്. പക്ഷേ നല്ല ബ്രൂട്ടൽ, ഭയങ്കര നല്ല വയലൻസ് ഉണ്ട്. ഇഷ്ടപ്പെട്ടു, എല്ലാം അടിപൊളിയായിരുന്നു. അടിപൊളിയാണ്, ഇതുവരെ ഉള്ളതിൽ ബെസ്റ്റ്. വേറെ BGM ഒക്കെ അടിപൊളിയായിരുന്നു. ഡയറക്ഷൻ ഇതുവരെ ഉള്ള അടിപൊളിയായിരുന്നു. ക്ലിഫ് ഹാങ്ങർ പോലെ ഇട്ടേക്കുന്നത്. അപ്പം ലാസ്റ്റ് എൻ ക്രെഡിറ്റ്സ് നല്ലായിരുന്നു. പടം പറഞ്ഞ പോലെ ഫുൾ മാസാ, ഫുള്ള് വയലൻസാണ്, കംപ്ലീറ്റ് വയലൻസാണ്, ഗ്രൂസം വയലൻസാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇങ്ങനെ സ്ലോ ആയിട്ട് സ്റ്റോറി ബിൽഡിംഗ് പോലെയാണ്. ബട്ട് ദെൻ സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേന് പക്ക വയലൻസ്. ഇതുവരെ മലയാളം പടത്തിൽ ഇങ്ങനത്തെ ഒരു വയലൻസ് കണ്ടിട്ടേ ഇല്ല. ടു ഗുഡ്. അടിപൊളി മൂവി, ഉള്ളത് പറയാം, സൂപ്പർ മൂവി. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഇനി ഇറങ്ങാനില്ല. അടിപൊളി മൂവിയാണ്, കിട്ടില്ല. മലയാളം ഇൻഡസ്ട്രിക്ക് മേലെ ഹോളിവുഡ് ലെവലാണ് എടുത്ത് വെച്ചിരിക്കുന്ന പടം. കിട്ടില്ല പടം, മസ്റ്റ് വാച്ച് മൂവി, സൂപ്പർ. അത്രയ്ക്ക് വയലൻസ് കൊണ്ട് അടിപൊളി പടം. അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളി പെർഫോമൻസ് ആണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളി പടം, 100 കൊടുക്കാം. ആ അമ്മായി പൊളി പടമാണ്. വയലൻസ് ഒക്കെ കൊള്ളാം. ഉണ്ണി മുകുന്ദൻ മാസമാണ്, അത്രേ ഉള്ളൂ. വേറെ വയലൻസ് 10 out of 10 ആണ്. കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. പൊളി സിനിമ, ഒന്നും പറയാനില്ല. വയലൻസ്, അങ്ങേറ്റത്തെ വയലൻസ്. അയ്യോ കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. സൗണ്ട് കൊള്ളാം, എല്ലാം കൊള്ളാം. സ്ക്രീനൊക്കെ പൊളി, ഭയങ്കര പൊളി. എന്ത് എനർജിയുടെ അങ്ങേർക്ക്. അയ്യോ അങ്ങേര് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷേ സ്പോയിലറാണ്. കാണുമ്പോൾ അങ്ങേരുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് മനസ്സിലാവും. ഓവറോൾ 9.6 10-ൽ. വയലൻസ് ഒക്കെ കിടിലുമാണ്. ഞാൻ മലയാള സിനിമയിൽ ഇതിലായിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല, അത്രയും കിടിലുമാണ് വയലൻസ് ഒക്കെ. ഉണ്ണി മുകുന്ദൻ കിടിലാണ്, രോമൊക്കെ ഇങ്ങനെ എണീറ്റിരിക്കും, സൂപ്പറാണ്. ഉണ്ടാക്കുന്നതിനേക്കാളും ഉണ്ടാക്കാണ്ടിരുത്തിരിക്കാം. വെറും കുറപ്പടം. എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് കർത്താവിനറിയാം. ഇത് മാത്രമേ ഉള്ളൂ, കഥയില്ല, ഒരു ഫീലിംഗ് ഇല്ല, ഒരു ഇമോഷണൽ കണക്ട് ഇല്ല. മൂവി പ്ലോട്ട് ഇല്ല, ഒന്നുമില്ല. I don't recommend it. No, sorry. ഉണ്ണി മുകുന്ദൻ്റെ പെർഫോമൻസ് വാസ് അമേസിങ്. ഈ മസിലിലേക്കുള്ള സൂം ഇതൊക്കെ ഷോർട്സ് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ട്. റീഫണ്ട് കിട്ടാൻ വല്ല വായ്പുണ്ടോ? ടിക്കറ്റ് റീഫണ്ട് കിട്ടാൻ വല്ല വായ്പുണ്ടെങ്കിൽ കൊള്ളൂല. വയലൻസ് ഇസ് അമേസിങ്. വയലൻസിന്റെ ഷോർട്സ് ഒക്കെ വയലൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ വയലൻസിന് പിറകിൽ ഒരു ഇമോഷൻ വേണം. അത് എന്തിനാണ് വയലൻസ്? ഒരു സ്റ്റോറി വേണമല്ലോ മൂവിക്ക്. ഈ മൂവിയിൽ ജസ്റ്റ് ഒരു എന്തിനോ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഇവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഇറ്റ് വാസ് സെയിം ഒപ്പീനിയൻ ആസ് ദം. അത് ആ ഒരു ഗോർ എന്ന് പറയുമ്പോഴത്തേക്കും ദി അറ്റംപ്റ്റ് വാസ് ഗുഡ്. മലയാളത്തിലൊരു ഗോർ എന്ന് പറഞ്ഞ പടം അങ്ങനെ വന്നിട്ടില്ല. സോ ആ ഒരു അറ്റംപ്റ്റ് വാസ് റിയലി ഗുഡ്. പക്ഷേ ഒരു സ്ക്രിപ്റ്റ്, ഒരു സ്റ്റോറി കണക്ട് ചെയ്യാൻ വേണ്ടി എന്നുള്ളത് കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരുന്നു. ഉണ്ണി മുകുന്ദൻ സോ ഗുഡ്. ബോഡി, അവൻ്റെ എഫേർട്സും അവൻ്റെ ആക്ടിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എൻഡിങ് കുഴപ്പമില്ല, കൊള്ളാം. സൂപ്പറാ, പക്ഷേ നല്ല വയലൻസ് ഉണ്ട്, നല്ല കൊള്ളാം. അതൊക്കെ വേറെ ലെവൽ. അങ്ങേരാണ് ഇതിനകത്ത് മെയിൻ. കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ, കണ്ടോണ്ടിരിക്കുക. ചില സ്റ്റോറി ലൈൻ കോമൺ സ്റ്റോറി ലൈനാണ്, പക്ഷെ അവസാനം ഒരു ഇത് കണ്ടതിൽ മനസ്സിലാകത്തുള്ളൂ. വയലൻസ് ടോപ്പാണ്, വിഷയമാണ്. മാർക്കോ സൂപ്പർ പടം, കണ്ടിരിക്കാം. വെച്ചാൽ വയലൻസ് വെച്ചാൽ ഭയങ്കര വയലൻസ്, ചോരപ്പുഴയാണ് ഇവിടെ. ഫാമിലി ആയിട്ടൊന്നും കാണാൻ പറ്റില്ല, വെച്ചാൽ ഭയങ്കര വയലൻസ് ആയിപ്പോൾ. പക്ഷേ കൊള്ളാം, മാസ് സെൻറ്ററി ആയിക്കണം. 3 നൈസാണ്. ബ്രൂട്ടൽ, അത്രേ പറയുള്ളൂ. ബ്രൂട്ടൽ വയലൻസ്, ഫുള്ളി വയലൻസ്, ചോരപ്പുഴയാണ്. കണ്ടിരിക്കാൻ പറ്റും. തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച്. തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച്. സൂപ്പർ. കിടിലോട്ട് അഭിനയിച്ചിട്ടുണ്ട്. വയലൻസ് ഓക്കെയാണ്. ഹോളിവുഡിൽ കാണുന്ന പോലെയൊക്കെ തന്നെ, അത്രയും ഒന്നുമില്ലെങ്കിലും ഏകദേശം ഉണ്ട്.
ഉണ്ണിമുകുന്ദൻ മലയാള ഇൻഡസ്ട്രിയിൽ ഇത്രയും കിടിലായിട്ട് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ണിമുകുന്ദനായിരിക്കും. ബ്രൂട്ടൽ ഇത്രയും കിടിലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണ്ണിമുകുന്ദനായിരിക്കും. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ് ലൈക്ക് ടോപ്പ് നോച്ച് ഒരു ബോളിവുഡ് ലൈക്ക് മേക്കിംഗ് ആണിത്. അവരുടെ ഡയറക്ടറിൻ്റെയും ഇത് തന്നെയാണ്. BGM കിടിലായിട്ടുണ്ട്. BGM ഒത്ത് ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുന്നതുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ടോപ്പാണ് ഇതിനകത്ത്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്, മസ്റ്റ് വാച്ച്. ഫാമിലി ആയിട്ടൊന്നും വരാൻ പറ്റുന്ന പടമൊന്നുമല്ല, പക്ഷേ എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. വേണമെങ്കിൽ 2-3 വട്ടം വന്ന് കാണാം. BGM ഒക്കെ അടിപൊളിയാണ്. ഈ ഒരു സിനിമേനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും BGM ആണ്. ഇതിൻ്റെ വില്ലനിസവും നമ്മുടെ വില്ലനും എല്ലാവരും ടോപ്പ് ലെവലാണ്. ജഗദീഷ് ചേട്ടനാണ് ഇതിനകത്ത് മെയിൻ എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ സെയിം ലെവൽ ഓഫ് ടോപ്പ് ഒരു ആൾക്കാരെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തിപ്പിക്കാൻ അങ്ങേർക്ക് സാധിച്ചു. ജഗദീഷ് ചേട്ടൻ ടോപ്പാണ് ഇതിനകത്ത്. ലൈക്ക് ആ ഒരു ടോണി എന്ന് പറയുന്ന ക്യാരക്ടറുടെ ഒരു BGM-ഉം ജഗദീഷ് ചേട്ടൻ്റെ ആ ഒരു ലുക്കും വേറെ ലെവൽ തന്നെയാണ്. മലയാള സിനിമ ഇത്രയും കിടിലായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പൊളി പടമായിരുന്നു. എല്ലാവരും സത്യം പറഞ്ഞാൽ കൊച്ചുപിള്ളേർക്ക് കണ്ടുകൂടാ അല്ലേ? ഭയങ്കര കളിയാണ്, ഭയങ്കര വയലൻസ് ആണ്. ഈയിടെ ഇറങ്ങിയതിൽ നല്ല പടം ഇത്. ഭയങ്കര വയലൻസ് ആണ്, എക്സ്ട്രീം വയലൻസ് ആണ്. പക്ഷെ പൊളിയാണ്. സെക്കൻഡ് ഹാഫ് കിട്ടില്ല. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ് കിട്ടില്ല. ഉണ്ണിമുകുന്ദനാണ് ഫുൾ വൺ മാൻ ഷോ എന്ന് പറയാം. പൊളി സംഭവം. ഉണ്ണിമുകുന്ദൻ്റെ കറക്റ്റ് റോള് മലയാളത്തിൽ ഇതേപോലെ തന്നെ നാടാൻ പറ്റുമല്ലോ ഈ ഒരു റോളിന്. അത്ര കിടിലം ഇതായിരുന്നു. ഉറപ്പ്. നല്ല ഫിലിമായിരുന്നു. ഉണ്ണിമുകുന്ദൻ്റെ ആക്ടിങ് എല്ലാം കിടിലമായിരുന്നു. കൊള്ളായിരുന്നു. ആക്ഷൻ സീൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാം സിനിമ ഓവറോൾ സെറ്റായിരുന്നു, അടിപൊളി. ഞാൻ 9/10 കൊടുക്കും. പൊളി. വയലൻസ് അല്ല